Welcome back to Cars and Only Cars. Today we have with us Adul bro. Hi guys. Red Band Racing-ലെ ട്യൂണറാണ്. Yes. നമ്മൾ ഇന്ന് ബ്രോയുടെ ബിൽഡിനെ പറ്റി സംസാരിക്കാനാണ്. Octavia 1.8 TSI അല്ലേ? Not VRS. Not VRS. ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ഒരു VRS 230 റീപെയിന്റ് ചെയ്ത് അല്ലേ? ഈ കളറിൽ വന്നിട്ടില്ലല്ലോ? ഇല്ല, ഈ കളർ വന്നില്ല. This is a 1.8 single light 2016. 16 Mark 3 Octavia ആയിരുന്നു ഇത്. 2016 നമ്മുടെ 2013 നമ്മുടെ ലോറ കഴിഞ്ഞിട്ട് വീണ്ടും ഒക്ടാവിയ ഇവിടെ വരുന്നത് മാർക്ക് 3 ആയിട്ടാണല്ലോ. അപ്പം ആ ജനറേഷനിലുള്ള ഒക്ടാവിയ ആയിരുന്നു ഇത്. ആഗ്രഹമായിരുന്നു ഒക്ടാവിയ എടുക്കണം എന്നുള്ളത് 1.8 TSI. ബിക്കോസ് ഒന്നാമത്തെ കാര്യം അഫോർഡബിലിറ്റി. ഒക്ടാവിയ ഒരു RSന്റെ അന്നത്തെ പ്രൈസ് ഞാൻ എടുക്കുമ്പോൾ ഉള്ള RSന്റെ പ്രൈസ് പറഞ്ഞിട്ട് എനിവെയർ ബിറ്റ്വീൻ 25 to 30 lakhs. അതൊരു ഭയങ്കര വലിയ ഫാക്ടർ ആയിരുന്നു. അത് ഞാൻ നോക്കിയപ്പോൾ ഈ വണ്ടി അതിലും വളരെ കുറച്ചാണ് എനിക്ക് കിട്ടിയത്. പക്ഷേ EA Gen 3 എന്ന് പറയുന്ന എഞ്ചിനാണ്. ബട്ട് ഇറ്റ് ഹാസ് അതിന്റെ ഡിഫറൻസസ് ഉണ്ട്. 1.8 TSIക്കും 2 ലിറ്റർ TSIക്കും അതിന്റെ വ്യത്യാസങ്ങളുണ്ട്. ടർബോ വ്യത്യാസമുണ്ട്, ഗിയർ ബോക്സ് വ്യത്യാസമുണ്ട്. ഇതിന് IS12 ആണ് വരുന്നത്, മറ്റേ IS20 വരുന്നത്. DQ200 വേഴ്സസ് DQ250. അപ്പം അങ്ങനെയുള്ള ഡിഫറൻസസ് ഉണ്ട്. പക്ഷേ സ്റ്റിൽ ഇറ്റ് ഈസ് എ Volkswagen EA888 എഞ്ചിൻ വിച്ച് നമ്മളൊരു നല്ല സെറ്റ് ഓഫ് മോഡ്സും നമ്മൾ നല്ല ട്യൂണും കൊടുത്തു കഴിഞ്ഞാൽ ഈ വണ്ടിക്ക് ഓൾമോസ്റ്റ് 300 HP ഒരു വലിയ കുഴപ്പമില്ലാതെ. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹത്തിലാണ് ഈ ഒരു വണ്ടിയിലേക്ക് നമ്മൾ വരുന്നത്. ഈ വണ്ടി വന്നപ്പോൾ വൈറ്റ് കളർ സിംഗിൾ ലൈറ്റ് നോർമൽ 2016 മോഡൽ ഡോക്ടർ യൂസ് 1.8. യെസ്, ദിസ് വാസ് എലഗൻസ്. അന്ന് LNK ഇല്ലായിരുന്നു. അപ്പോൾ എലഗൻസ് എന്ന് പറഞ്ഞ മോഡലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എലഗൻസ് സൺറൂഫ്, മെമ്മറി സീറ്റ്സ്, അങ്ങനെയുള്ള ഫംഗ്ഷൻസ് എല്ലാം ഉണ്ടായിരുന്നു. അന്ന് LNK ഇല്ല, ടോപ്പ് ആൻഡ് സ്റ്റൈൽ ആൻഡ് എലഗൻസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് LNK ലോഞ്ച് ചെയ്തത്. അപ്പൊ LNK വരുമ്പോഴത്തേന് അതിന്റെ ക്യാൻറ്റന്റെ സ്പീക്കേഴ്സ് അങ്ങനെയുള്ള കുറച്ച് അഡീഷൻസ് വരുന്നുണ്ടായിരുന്നു. ബ്രോ എന്തുകൊണ്ടാണ് സ്പ്ലിറ്റ് ലൈറ്റ് നോർമൽ 1.8 230 അല്ല നോർമൽ 1.8 ചൂസ് ചെയ്യാണ്ട് ഇത് ചൂസ് ചെയ്ത് ഫുൾ കൺവേർട്ട് ചെയ്യാൻ ശ്രമിച്ചത്? അത് ബിക്കോസ് അന്ന് 1.8 സ്പ്ലിറ്റ് ഹെഡ് ലൈറ്റ് മാർക്ക് 3.5 വണ്ടിക്ക് നല്ല റീസെയിൽ വാല്യൂ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ ഒരു പ്രൈസ് ഡിഫറൻസ് എപ്പോഴും ഒരു ഫാക്ടർ ആയിരുന്നു. പിന്നെ ഈ വണ്ടി എടുക്കുമ്പോൾ എനിക്ക് ഒരു രീതിയിലുള്ള പ്ലാനും ഇല്ലായിരുന്നു ഇത് ഇങ്ങോട്ട് കൺവേർഷൻ ചെയ്തെടുക്കുന്നത്. ഐ വാസ് എ ഫാൻ ഓഫ് ദ മാർക്ക് 3.5 VRS. ഈ സ്പ്ലിറ്റ് ഹെഡ് VRS എടുക്കാൻ പറ്റില്ല, എന്നാൽ നമ്മൾ 1.8 TSI എടുത്തു. എന്നാൽ ഇതിലോട്ടൊന്ന് കൺവേർട്ട് ചെയ്ത് നോക്കാം. എല്ലാം ഒരു എക്സ്പെരിമെന്റ് ആയിരുന്നു. പക്ഷേ താങ്ക് ഗോഡ് എല്ലാം നല്ല രീതിയിൽ വന്നു. ബ്രോ ഇത് മേടിച്ചപ്പോ ഇത് ഇങ്ങനെ ആക്കണം അല്ലെങ്കിൽ ഇത്ര പൈസ സ്പെൻഡ് ചെയ്യണമെന്ന് ഒന്നും വിചാരിച്ചില്ലല്ലോ? ഒരിക്കലും വിചാരിച്ചില്ല. ഇത് ചെയ്തു വന്നപ്പോ ഒരു 230-നേക്കാളും കോസ്റ്റ്. ബ്രോ നമ്മളൊരു വണ്ടി നമ്മൾ ബിൽഡ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ ഫസ്റ്റ് ഇനിഷ്യലി നമ്മൾ ഭയങ്കര പ്ലാനിങ്ങും ബഡ്ജറ്റിങ്ങും ഒക്കെ ചെയ്യും. അതോ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇവൻച്വലി നമ്മുടെ കയ്യിൽ നിന്ന് ഇതെല്ലാം പോകും. നമുക്ക് ആ വണ്ടിയോടുള്ള ഇഷ്ടവും പിന്നെ ഇതിന്റെ മോഡ് പൊട്ടൻഷ്യൽ. നമുക്ക് ഈ വാഗ് ഗ്രൂപ്പിന്റെ വണ്ടികളുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇമ്മൻസ് നമ്പർ ഓഫ് മോഡ്സ് മാർക്കറ്റിലുണ്ട്. നമുക്ക് ഇഷ്ടം പോലെ ചെയ്ത് ഇതിനെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും. ഇപ്പം ആ ഒരു തോട്ട് വരുമ്പോഴത്തേന് പിന്നെ നമ്മുടെ ബാങ്ക് ബാലൻസും ഒക്കെ നമ്മളങ്ങ് മറക്കും. ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്നാ പിന്നെ അങ്ങ് ചെയ്തേക്കാന്ന് പറഞ്ഞു പോകും. കാരണം ഒരു കാര്യം ചെയ്യുമ്പോൾ മറ്റേതും ചെയ്താലാണ് അത് രണ്ടും മാച്ച് ആവുള്ളൂ. കറക്റ്റ് ഇതെല്ലാം വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പോയിന്റ് ചെയ്യുമ്പോൾ ബഡ്ജറ്റ് വിട്ട് പോകും നമ്മുടെ കയ്യിൽ. നമ്മുടെ വണ്ടിയിൽ ഏകദേശം നമ്മൾ പ്ലാൻ ചെയ്യുന്നതിനേക്കാളും എക്സീഡ് ആയെന്ന് പറഞ്ഞു. ഏകദേശം എത്ര കോസ്റ്റ് വന്നിട്ടുണ്ട് മൊത്തം ചെയ്യാൻ? അത് ഞാനൊരു സീക്രട്ട് ആയിട്ട് വെക്കുന്നുള്ളൂ ബ്രോ. നോട്ട് ബിക്കോസ് ഇത് കാണുന്ന എല്ലാവർക്കും ചിലപ്പോൾ തോന്നുന്നു എന്തുകൊണ്ട് ഇയാൾക്കൊരു VRS മേടിച്ച് പണിത് കൂടാ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വരാം. പക്ഷേ അത് എന്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഇതാണ്. ബിക്കോസ് എനിക്ക് ഈ വണ്ടിയോട് ഒരു സെന്റിമെന്റൽ അറ്റാച്ച്മെന്റ് ഉണ്ട്. വൈ ബിക്കോസ് ഇത് ഫസ്റ്റ് നമ്മൾ സ്വന്തമായിട്ട് മേടിച്ച വണ്ടിയാണ്. അപ്പൊ അതിനോട് നമുക്ക് ഇതുവരെ എത്തിച്ചു. അപ്പൊ അതുകൊണ്ട് ഇനി ഇതിലേക്ക് മുടക്കുന്നതിന് ഞാൻ കണക്ക് വെക്കുന്നില്ല. വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര തലവേദന. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. അപ്പൊ ഐ വിൽ കീപ് ദാറ്റ് ടു മൈസെൽഫ്. യെസ്, നമ്മള് സ്വന്തമായി ട്യൂൺ ചെയ്ത് തുടങ്ങി. അതെ, യു ഹാവ് എ ട്യൂണിംഗ് ഫേം നൗ. യെസ്, ഐ ആം എ പാർട്ട് ഓഫ് റെഡ് ബാൻഡ് റേസിംഗ്. യെസ്, ഇപ്പോൾ ബ്രോയ്ക്ക് കൃത്യമായിട്ട് അറിയാം വാഗ് എൻജിൻസിൽ ഏറ്റവും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ട്യൂൺ. ഇപ്പൊ നിങ്ങൾക്ക് ഈ വണ്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ട്യൂൺ ചെയ്യണമെന്ന് റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ ചില വണ്ടികളുടെ പേര് പറയാം. ഓക്കെ, ഞാൻ ഏറ്റവും നമുക്ക് നമ്മുടെ മുന്നിൽ അഫോർഡബിളും ആയിട്ടും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു വണ്ടിയുണ്ട്. 1 ലിറ്റർ TSI. പുതിയ ഇപ്പൊ ലേറ്റസ്റ്റ് ഉള്ള TSIs ആയതുകൊണ്ട് 1 ലിറ്റർ TSI നമുക്ക് വരുന്നുണ്ട്. 1 ലിറ്റർ TSIയുടെ ഗുണം എന്ന് വെച്ചാൽ 1.2 GT TSI ഇറക്കിയപ്പോൾ അത് DQ200 ഗിയർ ബോക്സ് ഉണ്ടായിരുന്നുണ്ട്. അതിന് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. മെക്കട്രോണിക്സ്, ക്ലച്ച്, ഇതെല്ലാം ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. ടോർക്ക് കൺവേർട്ടറും മാനുവലും ഇറക്കിയപ്പോഴത്തേനും അതിൻ്റെ അകത്ത് മാനുവൽ നമുക്ക് നല്ല രീതിയിൽ പുഷ് ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ പുഷ് ചെയ്യാൻ പറ്റുന്ന ഒരു എഞ്ചിൻ തന്നെ. ഇപ്പം എല്ലാവരും 1 ലിറ്റർ എടുത്താണ് നമ്മുടെ അടുത്ത് ട്യൂൺ ചെയ്യാൻ വരുന്നത്. ഇറ്റ് ഇസ് ബേസിക്കലി ബിക്കോസ് ഇറ്റ് ഇസ് വെരി ട്യൂണർ ഫ്രണ്ട്ലി. കാരണം നമുക്ക് നല്ല രീതിയിൽ പുഷ് ചെയ്യാം. അതിന്റെ ടർബോ ആണെങ്കിലും അതിന്റെ ഇന്റേണൽസ് ആണെങ്കിലും എവറിത്തിങ് ഇസ് ദാറ്റ് ഗുഡ്. അപ്പം ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ. കാരണം ഫ്രം ഫാക്ടറി 1 ലിറ്റർ TSI എനിക്ക് 1.2-നേക്കാളും പെപ്പിയർ ആയിട്ടും ലോവർ എൻഡ് ഭയങ്കര പവർഫുൾ ആയിട്ടും തോന്നിയിട്ടുണ്ട്. അതെ, അപ്പോൾ 1 ലിറ്റർ TSI ആയതുകൊണ്ട് തന്നെ കപ്പാസിറ്റി കുറഞ്ഞ എഞ്ചിനിൽ
ഓൾമോസ്റ്റ് സ്ക്വീസ്ഡ് ആയിട്ടുള്ള ഒരു ഞാൻ കേട്ടിട്ടുണ്ട് കുറച്ച് ഹീറ്റിംഗ് ഒക്കെ കൂടുതലായിട്ടുള്ള ഒരു എഞ്ചിനാണ്. അത് നമ്മൾ പിന്നെയും പുഷ് ചെയ്യുമ്പോൾ എഞ്ചിന്റെ ലോഞ്ചിവിറ്റിനെ ബാധിക്കില്ലേ? ഇത് നമ്മൾ വേറെ കാര്യങ്ങളുണ്ട്. നമുക്ക് 1.2 GTTSI എന്ന് പറഞ്ഞ ഒരു 4 സിലിണ്ടർ ആണ്, ഇത് 3 സിലിണ്ടർ ആണ്. പക്ഷേ ആ ഒരു ഡിഫറൻസ് ഉണ്ട്. പിന്നെ ഐ ഹേർഡ് Volkswagen has done something. ഇപ്പോൾ 1.2 GTTSI മാർക്കറ്റിൽ ഇറങ്ങിയപ്പോൾ അതിന്റെ ഫ്ലോസ് കണ്ടിട്ടാണല്ലോ ഇവർ 1 ലിറ്റർ TSI ഇറക്കിയത്. അപ്പം ഇതേ സെയിം എഞ്ചിനാണ് വലിയ വണ്ടികളായ ടൈഗുൺ, സ്ലാവിയ പോലെ ഇറക്കുന്നത്. അപ്പം അങ്ങനെ ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടെന്ന് എനിക്ക് ലൈക്ക് പ്രശ്നമുണ്ടെന്ന് തോന്നുന്നില്ല. മാർക്കറ്റിൽ എല്ലാം 1 ലിറ്ററിലേക്ക് ഡൗൺ സൈസ് ചെയ്ത് ഇന്ത്യയിൽ മോസ്റ്റ്ലി ആ ഒരു Volkswagenന്റെ ആ ഒരു സ്റ്റാർട്ടിംഗ് റേഞ്ചിൽ മൊത്തം ഈ 1 ലിറ്റർ എഞ്ചിൻസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. പണ്ട് 1.2 MPI, 1.5 TDI, 1.6 TDI, 1.6 MPI എന്ന് പറഞ്ഞ കുറേ എഞ്ചിൻ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ Volkswagen ഇപ്പോൾ ആ ഒരു ബോൾഡ് മൂവ്, അതായത് 1 ലിറ്ററിലേക്ക് വന്നതിന്റെ റീസൺ ഇസ് ബിക്കോസ് ഓഫ് ദാറ്റ് എഞ്ചിൻ. ദാറ്റ് ഈസ് എ വെരി ഗുഡ് എഞ്ചിൻ. അപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ സ്റ്റേജ് 1 പ്ലസ് ഒരു പോളോ 1 ലിറ്റർ TSI മാനുവൽ ചെയ്യുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ക്ലോസ് ടു 135-140 HP നമുക്ക് വരുന്നുണ്ട്. ജസ്റ്റ് സ്റ്റേജ് 1 പ്ലസ്. ബ്രോ ട്യൂൺ ചെയ്ത വണ്ടികൾ 1 lakh, 1,20,000, 1,50,000 ഒക്കെ ഓടിയ വണ്ടികളുണ്ട്. ഒരു കുഴപ്പമില്ല. നമ്മൾ ബ്രോ കിലോമീറ്റർ ഓടുന്നതല്ല, കറക്റ്റ് മെയിൻ്റനൻസ്, കമ്പനി സർവീസ് അല്ല. നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് കാർ എന്തൂസിയാസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ തന്നെ മനസ്സിലാക്കി എന്തൊക്കെയാണ് ഒരു വണ്ടി ചെയ്യേണ്ടത് കറക്റ്റായിട്ട് ചെയ്ത് പോയാൽ മതി. ചെയ്തു പോയി കഴിഞ്ഞാൽ നമുക്ക് ഏത് വണ്ടിയും ഇത്ര കിലോമീറ്റർ വേണമെങ്കിൽ ട്യൂൺ ചെയ്യാം. ഇത് എത്ര ഓടി എന്നുള്ളതല്ല, ഇത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു എന്നുള്ളതിലാണ് കാര്യം. ബ്രോ അതുപോലെ പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ട്യൂൺ ചെയ്യുമ്പം സ്റ്റേജ് 2 ചെയ്യണോ, സ്റ്റേജ് 1+ ചെയ്യണോ, എന്താണ് ഈ സ്റ്റേജ് 1 ആൻഡ് സ്റ്റേജ് 1+ വ്യത്യാസങ്ങളൊക്കെ? ഓക്കെ. അപ്പോൾ അവർക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് എഫിഷ്യന്റ് ആയിരിക്കണം, വണ്ടിയുടെ ഒത്തിരി പുഷ് ചെയ്യാൻ പാടില്ല, പക്ഷെ പവർ ആ ഒരു ഡൗട്ടിൽ ചോദിക്കുന്നവരുണ്ട്. അവരോട് എന്താ പറയാനുള്ളത്? നമുക്ക് സത്യം പറഞ്ഞ് നമ്മളുടെ അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ എൻ്റെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന സജസ്റ്റ് ചെയ്യുന്ന ട്യൂൺ സ്റ്റേജ് 1+ ആണ്. ബിക്കോസ് പല റീസൺസ് ഉണ്ട്. മെയിൻലി സ്റ്റേജ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബേസിക് ട്യൂണാണ്. സ്റ്റേജ് 1+ പറഞ്ഞാൽ ഇറ്റ്സ് എ മോർ റിഫൈൻഡ് വേർഷൻ ഓഫ് ദി സ്റ്റേജ് 1. അപ്പം പിന്നെ സ്റ്റേജ് 2 ആണല്ലോ. സ്റ്റേജ് 2 നമുക്ക് ഹാർഡ്വെയർ ചേഞ്ചസ് വേണം. അപ്പോൾ ഹാർഡ്വെയർ ചേഞ്ചസ് ഒന്നും തന്നെ ഇല്ല, ജസ്റ്റ് ഒരു മോസ്റ്റ്ലി ഒരു എയർ ഫിൽട്ടർ അപ്ഗ്രേഡിലൂടെ നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ട്യൂണാണ് സ്റ്റേജ് 1+ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇപ്പം കസ്റ്റമേഴ്സ് രണ്ട് ടൈപ്പ് ഉണ്ടെന്ന്. ഹാർഡ്വെയർ ചേഞ്ച് ചെയ്ത് നമുക്ക് സ്റ്റേജ് 2 സ്റ്റേജ് 3ലേക്ക് പോകാനുള്ള പ്രോപ്പർ പ്രോ എന്തൂസിയാസ്റ്റ് ഉണ്ട്. ബാക്കിയുള്ളവർ ജസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടിയിൽ ഒരു ഇച്ചിരി അധികം ഒരു കുറച്ചുകൂടെ ഒരു പെർഫോമൻസ് കിട്ടിയാൽ മതി എന്നുള്ളൊരു ആൾക്കാരുണ്ട്. അപ്പം അവർക്ക് സ്റ്റേജ് 1+ ആണ് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള ട്യൂൺ. ബിക്കോസ് ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. മോസ്റ്റ് ഓഫ് ദി എൻജിൻസ് കമ്മിങ് ഫ്രം ദ ഫാക്ടറി ഈസ് ഡീറ്റ്യൂൺഡ് ആക്കി വെച്ചിരിക്കുകയാണ്. ഡ്യൂ ടു പല റീസൺസ്, പൊല്യൂഷൻ, അങ്ങനെയുള്ള വേറെ ഡീസൽ 1.5 TDI. യെസ്, ഡീസൽ 1.5 TDI ഒരു എക്സാമ്പിൾ ആണ്. 90 ഹോഴ്സ് പവർ പോളോയിൽ വരുന്നു, അതേസമയത്ത് വെൻഡോയിൽ 107 ഹോഴ്സ് പവർ ആണ് വരുന്നത്. അതുപോലെ തന്നെ വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എഞ്ചിൻ ഉണ്ട്, 1.3 DDIs അല്ലേ സ്വിഫ്റ്റിലൊക്കെ വരുന്നത്. അത് 75 HP ആണ് നമ്മുടെ ബൈ ഫാക്ടറി വരുന്നത്, DDIs. അപ്പോൾ നമ്മൾ ഇത് സെയിം S-Cross 1.3ലേക്ക് എടുക്കുമ്പോൾ 90 bhp ആണ്. നമ്മൾ സ്റ്റേജ് 1+ൽ ഇതേ പെർഫോമൻസ് നമ്മൾ ലൈക്ക് ഓൾമോസ്റ്റ് സിമിലർ ആവും 90 കാറ്റഗറി നമ്മൾ കൊടുക്കുന്നുള്ളൂ. സോ ഇതിൽ നിന്ന് ആൾക്കാർ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ദിസ് ഇസ് നോട്ട് സ്പോയിലിംഗ് ദി എഞ്ചിൻ, ദിസ് ഇസ് സംതിങ് ദാറ്റ് നമ്മൾ ജസ്റ്റ് റീകാലിബ്രേറ്റ് ചെയ്ത് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ അതാണ് മെയിനായിട്ട് ട്യൂണിംഗ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ പണ്ട് ട്യൂണിംഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രശ്നമുള്ള കാര്യങ്ങളാണ്, ഇത് ചെയ്താൽ എഞ്ചിൻ പോകുന്നൊക്കെയുള്ള പണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഇപ്പം ഡ്യൂ ടു ടെക്നോളജി ആൻഡ് ദ ഗുഡ് ഹാർഡ്വെയർ ദാറ്റ് കമ്പനി ഈസ് പ്രൊവൈഡിങ്, നമുക്ക് സുഖമായിട്ട് വണ്ടികൾ ട്യൂൺ ചെയ്യാം, യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. പിന്നെ കമ്പനികൾ ഇത് ചെയ്യുന്നുണ്ട്. യു ടേക്ക് പോൾസ്റ്റാർ ഫ്രം വോൾവോ, ഇറ്റ് വാസ് ഓഫേർഡ് ആസ് എ സർവീസ്, എക്സ്ട്രാ ട്യൂണിംഗ് സർവീസ്. ഒരു 15-20 HP നിങ്ങളുടെ സ്റ്റോക്ക് വണ്ടിയിൽ നിന്ന് 1 ലക്ഷം രൂപയ്ക്കാണ് അവർ ചാർജ് ചെയ്തുകൊണ്ടിരുന്നത് അപ്രോക്സിമേറ്റ്ലി. പക്ഷേ യു ടേക്ക് എമ്മിന്റെ പണ്ടത്തെ F10 530D M ECU എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു, അത് നമുക്ക് എക്സ്ട്രാ പർച്ചേസ് ചെയ്ത് വണ്ടിയിൽ വെക്കായിരുന്നു. യെസ്. പിന്നെ യു ടേക്ക് AMG വാസ് എ ട്യൂണിംഗ് കമ്പനി വിച്ച് ഇസ് അക്വയർഡ് ബൈ മെർസിഡീസ്. സോ ദിസ് ഇസ് നോട്ട് എ സിൻ ടു ഡു, ദിസ് ഇസ് സംതിങ് ദാറ്റ് ഇസ് ഗുഡ് ടു ഡു. ബിക്കോസ് നിങ്ങളുടെ സ്റ്റോക്ക് ആർന്ന് ഏതൊരു വണ്ടിയും ഒരു 3 വർഷം 4 വർഷം കഴിയുമ്പോഴത്തേനും നമുക്ക് ഇതിൽ ഇനി എന്താണ് ഒരു കൂടുതലുള്ള, അല്ലെങ്കിൽ അടുത്ത വണ്ടി വാങ്ങിക്കണോ എന്നുള്ളൊരു ബിഗ്ഗസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ മനസ്സിൽ വരും. അപ്പം നമ്മളൊരു വണ്ടി ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫ്രഷ് ഫീലിംഗ് വീണ്ടും നമ്മുടെ സ്വന്തം വണ്ടിയിൽ നിന്ന് ഇത്രയും പവർ ജനറേറ്റ് ചെയ്യും. പിന്നെ ചില കാറുകൾ നമുക്ക് ട്യൂൺ ചെയ്യുമ്പോഴത്തേനും ബ്രേക്ക് അപ്ഗ്രേഡ്സ് ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരുന്നത്, ബിക്കോസ് ഡ്യൂ ടു സേഫ്റ്റി. ബിക്കോസ് സേഫ്റ്റി ആണ് എല്ലാത്തിലും പ്രധാനം. നമ്മുടെ കണ്ടീഷൻസ്, നമ്മുടെ റോഡ്സ് വെച്ചിട്ട് ബ്രേക്സ് ട്യൂൺ ചെയ്ത് കഴിയുമ്പോൾ എല്ലാവരും തന്നെയും ശ്രദ്ധിക്കണം. ബ്രേക്സ് കുറവാണെന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് അപ്ഗ്രേഡ് ചെയ്യണം. കാരണം ദാറ്റ് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് നമ്മൾ വണ്ടി ഓടിക്കുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ബ്രേക്സ്. ബ്രേക്സിനെ പറ്റി പറഞ്ഞപ്പോൾ കമ്മിങ് ബാക്ക് ടു യുവർ ബിൽഡ്, എസ്തെറ്റിക്കലി പിന്നെ സ്റ്റേജ് 2 ട്യൂൺ ബ്രോ ചെയ്തപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയിട്ടുള്ളത്? ഓക്കെ, ഓവറോൾ എന്തൊക്കെ വേറെ ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ സംസാരിച്ചില്ല. ഓക്കെ, സംസാരിക്കാം. പറഞ്ഞുതരാം. നമ്മൾ സ്റ്റേജ് 2ലേക്ക് ഫസ്റ്റ് ട്യൂണിന്റെ കാര്യം നമുക്ക് കവർ ചെയ്യാം. സ്റ്റേജ് 2 RBR ട്യൂൺഡ് ആണ് നമ്മുടെ വണ്ടി. പിന്നെ സ്റ്റേജ് 2 TCU ആൻഡ് ECU രണ്ടും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മൾ സ്റ്റേജ് 2 ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി കാറ്റലറ്റിക് കൺവേർട്ടറിന്റെ ഡിലീറ്റ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഓട്ടോമാറ്റിക്കിന്റെ ഡൗൺ പൈപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റെസനേറ്റർ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മഫ്ലർ സ്റ്റോക്കായിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ടോണിന് വേണ്ടിയിട്ട് എല്ലാവർക്കും പല അഭിപ്രായങ്ങളായി എല്ലാവർക്കും ഫുൾ സിസ്റ്റം ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ എൻ്റെ യൂസിന് ഇത് ഞാൻ ഇങ്ങനെയാണ് ഒരു എക്സോസ്റ്റ്. അത് പറഞ്ഞപ്പോഴാണ്
പോപ്സ് ആൻഡ് ബാങ്ക്സിനെ പറ്റി എന്താണ് ബ്രോയുടെ അഭിപ്രായം? പോപ്സ് ആൻഡ് ബാങ്ക്സ് ഞങ്ങളുടെ ഏറ്റവും എന്താ ഫാൻ ഫേവറേറ്റ് ആണ് നമ്മുടെ പോപ്സ് ആൻഡ് ബാങ്ക്സ്. ഫൂസിലൈഡ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. പോപ്സ് ആൻഡ് ബാങ്ക്സ് നേരത്തെ പല വണ്ടിക്കും വന്നിട്ടുണ്ട്. സോ പോപ്സ് ആൻഡ് ബാങ്ക്സ് ഒരു പക്ഷേ ഫേമസ് ആയത് പോലും നമ്മളുടെയൊക്കെ കണ്ണിൽ ഇപ്പം എൻ്റെ ഒരു നോട്ടാണ്, ചിലപ്പോൾ വ്യൂവേഴ്സിന് വേറെ അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കാം. ഞാനത് ഫസ്റ്റ് കണ്ടിരുന്നത് മിനി കൂപ്പർ JCW കിറ്റ് പവർ കിറ്റ് വന്നിട്ടുള്ള വണ്ടിയിൽ. അത് പണ്ടൊക്കെ ഒരു മിനി കൂപ്പർ പോകുമ്പോഴത്തേനാണ് ഈ ഓവർ റൺ ഫ്യൂൽ വന്നിട്ട് ഈ ടേ എന്ന് പറഞ്ഞ് ഇത് പൊട്ടിക്കൊണ്ടിരുന്നത്. അപ്പം അന്ന് ഭയങ്കര ഫാസിനേഷൻ ആയിരുന്നു. പിന്നെ ഏറ്റവും കോമൺ ആയിട്ട് ആൾക്കാർ അക്സസിബിൾ ആയിട്ട് ഭംഗിയായിട്ട് പോപ്സ് ആൻഡ് ബാങ്ക്സ് ചെയ്തുകൊണ്ടിരുന്ന വണ്ടിയാണ് 1.2 GT TSI. ദിസ് ഇസ് ബേസിക്കലി വേറെ പ്രശ്നമൊന്നും വിചാരിക്കേണ്ടത്. ഓവർ റൺ ഫ്യൂവൽ എക്സോസ്റ്റിലേക്ക് വരുന്നു, ഓക്സിജനായിട്ട് എക്സ്പോസ്ഡ് ആവുന്നു, അത് പൊട്ടുന്നു, അത്രേ ഉള്ളൂ. വേറെ അല്ലാണ്ട് ഈ പോപ്സ് എഞ്ചിന്റെ ഉള്ളിൽ ഒക്കർ ചെയ്യുന്ന ഒരു സംഭവം അല്ല. ഇത് എക്സോസ്റ്റ് പൊട്ടുന്നു. എക്സോസ്റ്റിൽ കിടന്ന് എക്സസ് ഫ്യൂവൽ നമ്മൾ ത്രോട്ടിൽ നമ്മൾ ലിഫ്റ്റ് ഓഫ് ചെയ്യുമ്പോഴത്തേന് എക്സസ് ഫ്യൂവൽ എക്സോസ്റ്റിലേക്ക് വരും. അത് ഓക്സിജനായിട്ട് ഇത് കോൺടാക്ട് വരുമ്പോഴത്തേനും പൊട്ടും. അത് അത്രേ ഉള്ളൂ. പിന്നെ ഒരു റെക്കമെൻഡേഷൻ ഞാൻ വ്യൂവേഴ്സിനോട് പറയുന്നത്, നല്ല ക്വാളിറ്റി എക്സോസ്റ്റ് എപ്പോഴും യൂസ് ചെയ്യുക, സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ അതാണ് ദാറ്റ് ഇസ് പോപ്സ് ആൻഡ് ബാങ്ക്സ്. അല്ല, നമ്മൾ കാണുമ്പോൾ ഒത്തിരി തീയും വണ്ടിയിൽ നിന്ന് ഒത്തിരി ബാങ്ക്സും നമ്മൾ നിർത്തിയിട്ട് ഒത്തിരി നേരം റെവ് ചെയ്ത് പോപ്സ് ചെയ്യുമ്പോഴൊക്കെ നമുക്കൊരു മെക്കാനിക്കൽ സിമ്പതി അല്ലെങ്കിൽ നിർത്തിയിട്ട് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻടേക്ക് എയർ സപ്ലൈയിൽ ഇപ്പം മിക്ക ഷോസിനൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. പീപ്പിൾ ഗ്യാതറിങ് അറൗണ്ട് എ കാർ ആൻഡ് അവരിത് പൊട്ടിക്കുന്നത്. പക്ഷെ അത് മെയിൻ റീസൺ അതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വണ്ടി പെട്ടെന്ന് ഹീറ്റ് ആവും. നമ്മൾ ഓടുമ്പോൾ ഉള്ള ഒരു എയർ ഫ്ലോ അന്നേരം നടക്കുന്നില്ലാത്തതുകൊണ്ടാണോ? ഇത് ട്രാക്കിലാണ് ഫസ്റ്റ് ഈ സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇപ്പോൾ ട്രാക്കിൽ നമ്മൾ കോർണേഴ്സിൽ ത്രോട്ടിൽ ലിഫ്റ്റ് ഓഫ് ചെയ്യുമ്പോഴാണ് ഈ പോപ്സ് ആൻഡ് ബാങ്ക്സ് വന്നുകൊണ്ടിരുന്നത്. സോ ദിസ് ഇസ് ബേസിക്കലി ഒരു ഫസ്റ്റ് ട്രാക്ക് യൂസിനായിട്ട് ഇറക്കിയതാണ്. പിന്നെ ഇതൊരു ലൈഫ് സ്റ്റൈൽ എന്താ പറയുക, എസ്തെറ്റിക് വാല്യൂവിന് വേണ്ടിയിട്ട് ആഡ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ട്രാക്കിൽ നോക്കിയാൽ ആരും ട്രാക്കിൽ നിർത്തിയിട്ട് പൊട്ടിക്കുന്നില്ല. സോ ഐ എം നോട്ട് സെയിങ് ദാറ്റ് നിർത്തിയിട്ട് പൊട്ടിക്കേണ്ടതെന്നല്ല, പക്ഷേ നമ്മൾ ട്രാക്കിൽ പോകുമ്പോഴത്തേനും നമ്മൾ കോർണേഴ്സിൽ കാലിൽ ലിഫ്റ്റ് ഓഫ് ചെയ്യുമ്പോഴാണ് ഈ സാധനം പൊട്ടുന്നത്. ബേസിക്കലി പറയുന്ന പോപ്സ് ആൻഡ് ബാങ്ക്സ് ട്യൂൺ അല്ലെങ്കിൽ ഫ്യൂസ്ലേറ്റ് ട്യൂൺ കൊണ്ട് വേറെ വണ്ടിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വരാനില്ല. അത് നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്ന അനുസരിച്ചിരിക്കും. കാരണം ഫ്യൂവലാണ് പുറത്തോട്ട് വരുന്നത്, അത് കറക്റ്റ് ആയിട്ടുള്ള എക്സോസ്റ്റ് സിസ്റ്റം ഒന്ന് ചെയ്യണം. പിന്നെ ഒരുപാട് നമ്മൾ അബ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം മെക്കാനിക്കൽ പാർട്സ് ആണ്. അപ്പം ഐ കാൺ സേ ദാറ്റ് ഒരു വണ്ടിക്ക് ഒരു പ്രശ്നം വരത്തില്ല എന്നുള്ളത്. ബ്രോ സ്റ്റേജ് 2 ബ്രോയുടെ വണ്ടി ഇപ്പൊ സ്റ്റേജ് 2 മാപ്പിലാന്ന് പറഞ്ഞു. അതെ, സ്റ്റേജ് 2 തന്നെ രണ്ട് രീതിയിൽ ആൾക്കാർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. കാരണം ജസ്റ്റ് ഒരു സ്റ്റേജ് 2 മാപ്പ് ഡൗൺ പൈപ്പ് വിത്ത് പോപ്സ് ആൻഡ് ബാങ്ക്സ് ഓർ എനി സച്ച് തിങ്സ് അല്ല. ചിലവർ സ്റ്റേജ് 2 ചെയ്യും, പക്ഷെ അതിന്റെ കൂടെ ഇന്റർകൂളേഴ്സ് അപ്ഡേറ്റ് ചെയ്യും, അതുപോലെ ബ്ലോ ഓഫ് വാൽവ്, അതുപോലെ കുറെ വേറെ ഹാർഡ്വെയർ ചേഞ്ചസ് വരുത്തും. ഓക്കെ, അപ്പോൾ ബ്രോ ഇതിന്റെ അകത്ത് ഏത് കാറ്റഗറി? ഓക്കെ, ഞാൻ ഇതിന്റെ അകത്ത് ഇപ്പൊ ഇന്റർകൂളറിന്റെ കേസ് പറഞ്ഞുകൊണ്ട് ഇതിന്റെ ഇന്റർകൂളർ VRS 230 ഇന്റർകൂളർ ഞാൻ വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിന്റെ അകത്ത് APR ഇൻടേക്ക് സിസ്റ്റം ഞാൻ വെച്ചിട്ടുണ്ട്. കാർബൺ ഫൈബർ APR ഇൻടേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻടേക്ക് നമ്മൾ സപ്ലൈ ചെയ്യുമ്പോൾ ലൈക്ക് മോർ ഗുഡ് എയർ ദാറ്റ് ഇസ് കമ്മിങ് ടു ദി എൻജിൻ. അപ്പം പിന്നെ അതും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡെൻസോഡ് ഇഗ്രീഡിയം സ്പാർക്ക് പ്ലഗ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ബേസിക് ആയിട്ട് ചെയ്യുന്ന നമുക്ക് വി ക്യാൻ ഗോ ഓൾ ഇൻ ലൈക്ക് വേർ APR കോയിൽ പാക്ക്, നമ്മുടെ ടർബോ മഫ്ലർ ഡിലീറ്റ്, പിന്നെ ബ്ലോ ഓഫ് വാൽവ് ഞാൻ കൊടുത്തിട്ടില്ല. ബിക്കോസ് എയർ ഇൻടേക്കിന്റെ സൗണ്ട് തന്നെ നമ്മൾ ത്രോട്ടിൽ നിന്ന് കാലെടുക്കുമ്പോൾ അത്യാവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാനത് യൂസ് ചെയ്തില്ല. ഇത് വളരെയധികം ട്യൂണിംഗ് പൊട്ടൻഷ്യൽ ഉള്ള ഒരു എഞ്ചിനാണ് TSI. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇതിൽ ഇത്രയും പവർ ഇൻക്രിമെന്റ് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നത്. സോ ദിസ് ഇസ് ലൈക്ക് ഇപ്പോൾ സ്റ്റേജ് 2 ഒരു സ്റ്റോക്ക് VRS 230 ഒപ്പോ ചിലപ്പോൾ ഒരു പൊടിക്കോ മുകളിൽ പെർഫോമൻസ് ഉണ്ട്. പിന്നെ ഇപ്പോൾ അതിന് മുകളിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ഓപ്ഷൻസ് ഇഷ്ടം പോലെയാണ്. VRS 230 IS20 ടർബോ എടുത്ത് ഇതിൽ വെക്കുക, പിന്നെ അപ്പം യു വിൽ ഗെറ്റ് അനദർ ബൂസ്റ്റ്. പക്ഷേ മെയിൻ ഒരു പ്രശ്നമുണ്ട്, DQ200 ഗിയർ ബോക്സ്. ഓൾവേസ് ഹാവ് ദ റെസ്പെക്ട് ടുവേർഡ്സ്. ഇപ്പോൾ ഇത് ഒരിക്കലും ഞാൻ ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ VRS എന്ന് പറയില്ല. ബ്രോ ദിസ് എ 1.8 TSI which has been converted to a VRS. VRS is a different category. I respect VRS. I respect Skoda for making VRS. നമുക്ക് ഏറ്റവും ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ബ്രില്യൻ പ്ലാറ്റ്ഫോമാണ് VRS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 30 lakhsന് ഒരു ഓൾമോസ്റ്റ് ഒരു 400 bhp വിത്ത് ദ റൈറ്റ് മോഡ്സ് പുഷ് ചെയ്യാൻ പറ്റും. വേറെ വണ്ടിയില്ല. അപ്പോൾ ഹ്യൂജ് റെസ്പെക്ട് ടുവേർഡ്സ് VRS. ഈ വണ്ടി ഒരിക്കലും VRS എന്ന് ഞാൻ ഒരിക്കലും ക്ലെയിം ചെയ്യില്ല. റെസ്പെക്ട് ടു ദ VRS ഓണേഴ്സ്. ഇത് സ്മൂത്ത് റിഫൈൻ പവർഫുൾ അല്ല. അതെ, പക്ഷെ VRS കൊടുക്കുമ്പോൾ പേടിയാവുന്ന ഒരു പവറാ. ലൈക്ക് സ്റ്റേജ് 2 ചെയ്ത വണ്ടിയൊക്കെ ആഫ്റ്റർ 80 നമ്മൾ ഫ്ലോർ ചെയ്യുമ്പോൾ ടോർക്ക് സ്റ്റിയർ ചെയ്ത് പോകുന്നു, അങ്ങനെ പേടിപ്പെടുത്തുന്ന ഒരു പവർ ഉണ്ട്. പിന്നെ ഇതിന്റെ ഗിയർ ബോക്സ് കാരണം നമുക്ക് ഒരു പരിധി കൂടുതൽ പുഷ് ചെയ്യാൻ പറ്റില്ല, അല്ലെ? പറ്റില്ല ബ്രോ, ബിക്കോസ് ഇത് സ്റ്റോക്ക് വരുന്ന ടോർക്ക് എന്ന് പറഞ്ഞാൽ 250 Nm ആണ്. അപ്പൊ നമുക്ക് ശരിക്കും Volkswagen റെക്കമെൻഡ് ചെയ്യുന്ന 250 ആണ്. പക്ഷേ എനിവെയർ ബിറ്റ്വീൻ 350 താഴെ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ സ്റ്റിൽ മെക്കട്രോണിക്സ് ഇഷ്യൂ വരാം, ക്ലച്ച് ഇഷ്യൂ വരാം, ബിക്കോസ് ഇറ്റ് ഇസ് നോട്ട് മെയ്ഡ് ഫോർ ഇറ്റ്. എൻ്റെ ഒരു ബിഗ്ഗസ്റ്റ് ഇതിലൊരു സെറ്റ് ബാക്ക്, ഈ ബിൽഡ് ഒരു സെറ്റ് ബാക്ക് എന്ന് പറഞ്ഞാലും ഈ ഒരു ഗിയർ ബോക്സ് ആണ്. പിന്നെ ഇതിനുള്ളൊരു സൊല്യൂഷൻ ഉണ്ട്. ഇതിന്റെ കെവ്ലാർ RTMGയുടെ കെവ്ലാർ ക്ലച്ച് അപ്ഗ്രേഡ് ഞാൻ ചെയ്തിട്ടില്ല. അത് ചെയ്താൽ കുറച്ചുകൂടെ ഒരു 420-430 Nm അപ്രോക്സിമേറ്റ്ലി അത്രയും നമുക്ക് പുഷ് ചെയ്യാൻ പറ്റും. പിന്നെ ദ ബിഗ്ഗസ്റ്റ് തിങ് ഇസ് യു ക്യാൻ സ്വാപ്പ് ഇറ്റ് ടു DQ250. DQ250 സ്വാപ്പ് ചെയ്യുമ്പോഴത്തേനും പിന്നെ യു ഹാവ് നോ ലിമിറ്റ്സ്.
ഇപ്പൊ ഫുൾ പുഷ് ചെയ്യാം. എഞ്ചിൻ ലിമിറ്റ്ലെസ് ആണെങ്കിലും ഗിയർ ബോക്സിന്റെ ലിമിറ്റിലാണ് നമ്മളിപ്പോ പുഷ് ചെയ്യാൻ. അപ്പൊ ഒരു ഡൗട്ടോടെ എനിക്കുള്ളതെന്ന് പറഞ്ഞാൽ സ്റ്റേജ് 2യുടെ കാര്യം പറഞ്ഞപ്പം പലർക്കും ഡൗട്ട് ഉണ്ട്. സ്റ്റേജ് 2 എന്തൊക്കെ ചെയ്തിട്ടുള്ള ഒരു സ്റ്റേജ് 2 മിനിമൽ സ്റ്റേജ് 2 ചെയ്യണം ഈ 1.8 TSIയിലൊക്കെ? എപ്പോഴും സ്റ്റേജ് 2 ചെയ്യുമ്പോൾ ഒരു ഇന്റർകൂൾ അപ്ഗ്രേഡ് മസ്റ്റ് ആണോ, അല്ലെങ്കിൽ ജസ്റ്റ് മാപ്പ് ഇട്ട് ഡൗൺ പൈപ്പ് ഇട്ട് ഇൻടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റേജ് 2 ആയോ? എന്തെങ്കിലും എക്സ്ട്രാ കൂടി ഫോർ ദ സേഫ്റ്റി ഓഫ് ദ എഞ്ചിൻ ചെയ്യണോ? നമ്മളെപ്പോഴും സ്റ്റേജ് 2 ചെയ്യുമ്പോൾ ഹാർഡ്വെയർ അപ്ഗ്രേഡേഷൻസ് നല്ലതാണ്. നല്ല ഇൻടേക്ക് സിസ്റ്റം, നല്ല സ്പാർക്ക് പ്ലഗ്സ്, നല്ല കോയിൽ പാക്ക്, നല്ലൊരു എക്സോസ്റ്റ് സിസ്റ്റം. പക്ഷേ ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് മാൻഡേറ്ററി. ഇപ്പോൾ ഞാൻ മെയിനായിട്ട് മാൻഡേറ്ററി ആയിട്ട് ഫോഴ്സ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പോൾ നമ്മളുടെ അടുത്ത് ഒരു കസ്റ്റമർ വരുമ്പോൾ ഫോഴ്സ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇൻടേക്ക് മിനിമം ഒരു റീപ്ലേസ്മെന്റ് ഫിൽറ്റർ എങ്കിലും വേണം. പിന്നെ സ്പാർക്ക് പ്ലഗ്സ്, അത് എഞ്ചിൻ്റെ അനുസരിച്ച് നമ്മൾ റെക്കമെൻഡ് ചെയ്യും. കോയിൽ പാക്സ് ആൻഡ് ദെൻ എക്സോസ്റ്റ്. ലൈക്ക് നമ്മൾ കമ്പൽസറി ആയിട്ട് ആൾക്കാരോട് പറയുന്നത് ഇതൊക്കെയാണ്. സോ അപ്പം അതുപോലെ നിങ്ങൾ ഓയിൽ ചേഞ്ചുകൾ ഒരു ഇപ്പോൾ 15,000 വോക്സ് വാഗൻ ചെയ്യുന്നെങ്കിൽ പറ്റുമെങ്കിൽ 10,000 ചെയ്യുക. കാരണം എഞ്ചിന്റെ കംപ്ലീറ്റ് റണ്ണിന് തന്നെ വ്യത്യാസം. കമ്മിങ് ബാക്ക് ടു യുവർ മോഡ്, വേറെ എന്തൊക്കെയാണ് നമ്മൾ വിട്ടുപോയതെന്ന് പറഞ്ഞാൽ കമ്മിങ് ടു ദി ഇന്റീരിയർ, അതെല്ലാവരും കാണുന്ന ഒരു കാര്യമല്ല, എന്നാലും ഞാൻ പറയാം. VR 245 വന്ന ഡിജിറ്റൽ ക്ലസ്റ്റർ, അത് ഞാനതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് വന്നപ്പോൾ ഫോഴ്സ് ബോക്സ് സ്റ്റിയറിംഗ് ആയിരുന്നു ഇതിൽ വന്നു, പാഡൽ ഷിഫ്റ്റ് ഇല്ലായിരുന്നു. സോ താഴെ അത് ഫോഴ്സ് ബോക്സ് സ്കോഡയുടെ സ്റ്റിയറിംഗ് ആയിരുന്നു. അപ്പോൾ അത് 3 സ്പോക്ക് പാഡൽ ഷിഫ്റ്റ് ഉള്ള സ്റ്റിയറിംഗ് ആക്കിയിട്ടുണ്ട്. VRS അല്ല, ജസ്റ്റ് മാർക്ക് 3.5 റെഗുലർ ഒക്ടാവിയ വരുന്ന സ്റ്റിയറിംഗ് ആണ് ആക്കിയിരിക്കുന്നത്. പിന്നെ എൻ്റെ ഹെഡ് യൂണിറ്റ്, മുന്നേ വന്ന ഹെഡ് യൂണിറ്റിൽ കാർപ്ലേയും റിവേഴ്സ് ക്യാമറ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതുള്ള സ്കോഡ മാർക്ക് 3.5ന്റെ ഹെഡ് യൂണിറ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ടെയിൽ ലൈറ്റ്സ് ഇപ്പം മാർക്ക് 3.5ന്റെ ആക്കിയിട്ടുണ്ട്. പിന്നെ വീൽസ് GTR Proന്റെ വീൽസ് ആണ് ഇട്ടിരിക്കുന്നത്, 18 ഇഞ്ച് ആയിട്ട്. 235/45 ആണോ? 235/40. റെക്കമെൻഡ് ചെയ്യുന്ന ടയർ ഏതാ? എല്ലാവർക്കും ഉള്ള സംശയം. ടയർ ഇനി ഏതിലോട്ട്, PS4 വേണോ, P0 വേണോ, PS5 വേണോ, PS4S വേണോ എന്നൊക്കെ? PS4 അടിപൊളി ടയറാണ്. അതിൽ ആ ഒരു കാറ്റഗറിയിൽ മാച്ച് ചെയ്യാൻ വേറെ ഒന്നുമില്ല. പക്ഷേ PS4ന് അവൈലബിലിറ്റി, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. PS4 ഇപ്പം ഒരു സ്ഥലത്തും അവൈലബിൾ അല്ല എന്നാണ്, കറക്റ്റ് മീ ഇഫ് ഐ ആം റോങ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഐ വുഡ് റെക്കമെൻഡ് Pirelli P0. ഞാൻ Pirelli P0യുടെ വലിയൊരു ഫാനാണ്. കാരണം എൻ്റെ കസിൻ്റെ മിനി കൂപ്പറിൽ Pirelli P0 ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ആ വണ്ടി യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇതിൽ എൻ്റെ ഒരു ഫാനായത്. ഇപ്പോൾ ഈ വണ്ടിയിൽ Pirelli P0 എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ഹാൻഡിൽസ് റിയലി ഗുഡ്. പിന്നെ ലൈഫ്, PS4 ഒരു പക്ഷേ പെർഫോമൻസ് ടയർ ആണെങ്കിൽ അതിൻ്റെ ലൈഫ് ഒരു, ഇപ്പോൾ എൻ്റെ VRS ഉള്ള ഫ്രണ്ട്സ് ഒക്കെ പറയാറുണ്ട് വണ്ടി പെട്ടെന്ന് തീരും എന്ന് പറയുന്നുണ്ട്. പക്ഷേ Pirelli P0 ഇത് വലിയ കുഴപ്പമില്ല. ഓൾമോസ്റ്റ് ഇപ്പോൾ 23,000 കിലോമീറ്റേഴ്സ് കഴിഞ്ഞു ടയർ. P0 എസ്തെറ്റിക്കലി പിന്നെ രസമുണ്ട് കാണാൻ. എനിക്ക് P0 ഭയങ്കര ഇഷ്ടമാണ്, കാണാൻ ഒരു രസം. അതെ. കൺവേർഷൻ ആൻഡ് പെയിന്റിങ് ചെയ്ത് തന്നത് തിരുവല്ലയുള്ള എൻ്റെ ഫ്രണ്ട് ജിനോ, സ്റ്റെൽത്ത് ഓട്ടോമോട്ടീവ് എന്ന് പറഞ്ഞാൽ പുള്ളി ലൈക്ക് ഒരുപാട് പുള്ളി കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ ബിൽഡ് അന്ന് ചെയ്യുമ്പോൾ കേരളത്തിൽ വണ്ടികളുണ്ടായിരുന്നു, കൺവേർട്ട് ചെയ്ത വണ്ടികളുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ മെയിൻ ഒരു ഇഷ്യൂ ഞാൻ ഫേസ് ചെയ്തത് ഇതിൻ്റെ അഡാപ്ഷനാണ്, ഇതിൻ്റെ ഹെഡ്ലൈറ്റ്സ്. ഇത് പ്ലഗ് ആൻഡ് പ്ലേ അല്ല. സോ മാർക്ക് 3 ഒരു പക്ഷേ നോക്കിയാൽ മനസ്സിലാവും, അതിൻ്റെ ഇൻഡിക്കേറ്ററും DRലും സെപ്പറേറ്റ് ആയിട്ടാണ് നമുക്ക് അതിൻ്റെ അത് കാണാൻ പറ്റുന്നത്. ഇതിനകത്ത് ഇൻഡിക്കേറ്ററും DRലും സിംഗിൾ LED-കകത്ത് വരുന്നത്. സോ വയറിംഗ് വ്യത്യാസമുണ്ട്. PCM നമ്മൾ അപ്ഗ്രേഡ് ചെയ്യണം. ഒരു മേജർ എക്സ്പെൻസ് ആണ് മൊഡ്യൂൾ. യെസ്, മൊഡ്യൂൾസ് വർ എക്സ്പെൻസീവ്, കോഡിങ്സ് വർ എക്സ്പെൻസീവ്. പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അറിയത്തില്ലായിരുന്നു ഇത് പോസിബിൾ ആണെന്നുള്ളത്. പാർട്സ് മേടിച്ച് പോലും എൻ്റെ മനസ്സിൽ ടെൻഷനായിരുന്നു, ഇത് പോസിബിൾ ആവുമോ, സൂട്ട് ആവുമോ. കാര്യം ഒരു ഫേസ് ലിഫ്റ്റേ ഉള്ളൂ. പക്ഷേ എന്നാലും അതിൻ്റെ അകത്ത് കുറേ പാർട്സ്, ഇതിൻ്റെ അകത്ത് ബമ്പറിൻ്റെ അകത്ത് പോലും കുറേ ചൈൽഡ് പാർട്സ് ഉണ്ടായിരുന്നു. അതുപോലെ നമ്മൾ സ്കോഡേജ് ഒന്ന് ഓർഡർ ചെയ്യുമ്പോഴത്തേനും കാണും ഇത്രയും പാർട്സ് ഉണ്ടായിരുന്നോ എന്നുള്ളൊരു ഇത്. ആൻഡ് ഫൈനൽ റിസൾട്ട് വാസ് സോ ഗുഡ്. നമുക്കുണ്ടായ ബുദ്ധിമുട്ടുകളെല്ലാം ഞാൻ മറന്നു. ബ്രോ ചെയ്ത സമയത്ത് എനിക്ക് തോന്നുന്നു ഇപ്പൊ ചെയ്യുവാണെങ്കിൽ അത്ര എക്സ്പെൻസ് വരില്ല, കുറെ വേറെ കിറ്റ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ. എക്സാക്ട്ലി, ബിക്കോസ് ഇപ്പോൾ VRS കിറ്റ് നമുക്ക് തൈവാൻ കിറ്റ്സ് അവൈലബിൾ ആണ്. ഹെഡ് ലൈറ്റ്സ് സെയിം ആഫ്റ്റർ മാർക്കറ്റ് അവൈലബിൾ ആണ്. ഞാൻ ചെയ്യുമ്പോൾ ഇതൊന്നും ഇല്ല. അതിനൊക്കെ ഡബിൾ ദ കോസ്റ്റ് ആണ് ചെയ്തത്. കാരണം പണ്ട് പോളോയ്ക്ക് GTA 1.5 ലക്ഷം രൂപ കൊടുത്ത് മേടിച്ച് വെച്ച ഹെഡ്ലൈറ്റ്സ് ഉള്ളവര് ഇപ്പൊ അത് വേറെ ഓൾട്ടർനേറ്റീവ്സ് അവൈലബിൾ ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ അടുത്ത് ബിൽഡിന്റെ എമൗണ്ട് ചോദിക്കരുത്, ഞാൻ പറയില്ല എന്നുള്ളത്. അപ്പൊ ഗൈസ്, ഇനി ഇപ്പോ ചെയ്യാനിരിക്കുന്നവർക്ക് അത് ഈസിലി ആക്സസിബിൾ ആണ്. സ്പ്ലിറ്റ് ലൈറ്റ് ആക്കാം. അപ്പോ നമ്മൾ പുഷ് ചെയ്യുന്ന സ്റ്റേജ് 2 മാപ്പിൽ എത്ര BHP ആൻഡ് എത്ര NM ടോർക്ക്? നമുക്ക് ഏകദേശം ഒരു 177 BHP ആണ് സ്റ്റോക്ക് 1.8 TSI. നമുക്ക് ഏകദേശം ഒരു 230+ BHP നമുക്ക് ഗെയിൻ ഉണ്ട്. സ്റ്റോക്ക് VRSനേക്കാൾ ഒരു പൊടിക്ക് ഗെയിൻ ഉണ്ട്. പക്ഷേ സ്റ്റോക്ക് 230നേക്കാൾ ഒരു പൊടിക്ക്. പിന്നെ ടോർക്ക് ഏകദേശം ഒരു 80 NM ടോർക്ക് നമുക്ക് അത്രേ പറ്റുള്ളൂ, ബിക്കോസ് ഗിയർ ബോക്സ് ലിമിറ്റേഷൻ ഉണ്ട്.
വെരി ട്യൂണബിൾ എഞ്ചിനാണ്, പക്ഷേ ഗിയർ ബോക്സ് ഇസ് ഉള്ളി പ്രോബ്ലം. അപ്പം എൻ്റെ ഒരു അടുത്ത മേജർ കൺസേൺ എന്ന് പറഞ്ഞാൽ ഗിയർ ബോക്സ് എന്ത് ചെയ്യണം. പക്ഷേ DQ 200 250 കുറച്ചുകൂടെ ഫാസ്റ്റർ ആയതുകൊണ്ട് തന്നെ എഫിഷ്യൻസി ഉണ്ട്, എഫിഷ്യൻസി ഉണ്ട് ഗിയർ ബോക്സിന്, മൈലേജ് ഉള്ള ഗിയർ ബോക്സ് ആണ്. പക്ഷേ മെയിൻ റീസൺ ഡ്രൈവറാണ്, വേറെ ടയർ കൂടുതലാണ്, മെക്കട്രോണിക്സിന് ഇഷ്യൂ കൂടുതലാണ്. ടൈം ബോംബിന്റെ ടിക്കിംഗ് ടൈം ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞ പോലെ ഒരു ടിക്കിംഗ് ടൈം ബോംബാണ്. എന്റെ ടൈം ബോംബ് പൊട്ടി, എന്റെ മെക്കട്രോണിക്സ് ഞാൻ മാറി പുതിയത് വെച്ചു. അപ്പം അത് നമ്മൾ ഇപ്പോഴും ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ ഇറ്റ് കംസ് അറ്റ് എ കോസ്റ്റ്. ഞാനത് അങ്ങനെയാണ് കാണുന്നത്. നമുക്ക് എല്ലാവരും പറയും വോക്സ് വാഗൺ കാർസ് ആർ എക്സ്പെൻസീവ് ടു മെയിൻറ്റെയിൻ. എൻ്റെ വണ്ടി ഇപ്പോൾ ഓൾമോസ്റ്റ് 9 years ആയി. അപ്പം ആ ഒരു 9 വർഷമായ വണ്ടിക്ക് വരുന്ന മെയിൻ്റെനൻസ് സത്യം പറഞ്ഞതിന് വരുന്നുള്ളൂ. അപ്പം നമ്മളത് നോക്കുന്ന രീതിയാണ്. നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും പണി വരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് തെറ്റായൊരു പ്രവണതയാണ്. വണ്ടിയുടെ പഴക്കം കൂടുന്തോറും പാർട്സിൻ്റെ വെയർ ആൻഡ് ടെയർ കൂടും. റബ്ബർ പാർട്സ് ഉണ്ട്, അങ്ങനെ എല്ലാ പാർട്സും നമ്മളത് കറക്റ്റായിട്ടൊന്ന് മാറി കൊടുത്താൽ ഇനി ഇത് സുഖമായിട്ട് വേറെ അനന്തർ 9 വർഷം കൂടെ ഓടും. ബ്രേക്സ് അപ്ഗ്രേഡ് ചെയ്തോ? ഞാൻ ബ്രേക്സ് സത്യം പറഞ്ഞാൽ ഞാൻ ഡിസൈഡ് ചെയ്തപ്പോൾ VRSന്റെ ബ്രേക്സിലേക്ക് പോകണം എന്നായിരുന്നു എനിക്ക് എൻ്റെ ആഗ്രഹം. അത് ഞാൻ ചെയ്യുകയും ചെയ്യും. പക്ഷേ റൈറ്റ് നൗ ഞാൻ ജസ്റ്റ് ബ്രെംബോയുടെ എക്സ്ട്രാ പാഡ്സ് മാത്രമാണ് ചെയ്യുന്നത്. ബിക്കോസ് ഇതിന്റെ സ്റ്റോക്ക് റോട്ടേഴ്സ് അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണ്. പക്ഷേ ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് വാവ്. അത് നമുക്ക് എന്താണേലും ഒരു VRSന്റെ ബ്രേക്സിലേക്ക് ഞാൻ അപ്ഗ്രേഡ് ചെയ്യും. ബിക്കോസ് എൻ്റെ പ്ലാൻ സ്റ്റേജ് 3 IS20 ടർബോ വിത്ത് ക്ലച്ച് അപ്ഗ്രേഡ് ദാറ്റ് ഐ എം ഡിസൈഡിങ്. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കെവ്ലാർ ആണോ അതോ DQ 250 ആണോ എന്നുള്ളതെന്ന് നമുക്ക് പ്ലാൻ ചെയ്യാം. എന്തായാലും സ്റ്റേജ് 3 പോകും. എന്തായാലും VRSന്റെ ബ്രേക്സും ഇതിലോട്ട് ഞാൻ ഇടും. Okay bro. Yes. Thank you guys for watching. Thank you everyone. Hope you like the video. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൽവിസ് ബ്രോയോട് ചോദിക്കാം. ബിൽഡിനെ പറ്റി ആൾ ക്ലിയർ ഇല്ലെങ്കിൽ എന്നോട് ചോദിക്കാം. അപ്പം ഐ വിൽ ബി ഹാപ്പി ടു ഹെൽപ്പ് യു ബിക്കോസ് ഇറ്റ് ഇസ് എ വണ്ടർഫുൾ കാർ ദാറ്റ് യു ക്യാൻ ഗെറ്റ് ആൻഡ് ബിൽഡ്.